കാറുകൾ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നിശ്ചയിച്ചായിരുന്നു ഞാനിത് 1 മണിക്കൂർ നിർത്താതെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എനിക്കറിയാം അതിനകത്ത് കോർഡിനേഷൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാറുണ്ട്. ഇന്നെന്തായാലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തത് 1 മണിക്കൂർ നിർത്താതെ ചെയ്തത് അല്ലേ നിസാറല്ലേ പേര്. 500 ബ്രീത്ത് എടുത്തു എന്നാണ് പറഞ്ഞത്. 500 റിലാക്സ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ മേലെ പോകും. പിന്നെ നിസാർ എന്തുണ്ട് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വന്ന ചാൾസേട്ടനെയും സാറേയും AKG കലാകായികയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഞങ്ങളിപ്പം തൂണേരി, നാദാപുരം, വടകര എന്നൊക്കെ രാവിലെ കഷ്ടപ്പെട്ട് വരികയാണ്. അതിൻ്റെ ഒരു ഫലം എന്തായാലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. ഓക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഇവിടെ എല്ലാ പരിപാടിക്കും വന്നുകൊണ്ടിരിക്കുന്ന റഫീഖ് കമാൽ മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. മെനയാന്നൊരു അവാർഡും ഒക്കെ വാങ്ങിയിട്ട് വന്നതാണ്. എന്തായാലും റഫീഖ് ഭായി, ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കൂടെ കൂടി നിന്നിട്ട് വളണ്ടിയർമാരായിരിക്കുന്നവർ കൃത്യമായിട്ട് ആ കഴിവ് നേടിയിരിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പം നിസാർ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ നേരത്തെ വന്ന് പറഞ്ഞേ, നിസാർ 500 കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാശി വന്നു, എന്തായി കഴിഞ്ഞാലും എനിക്കും ചെയ്യണം. എന്നിട്ട് ഇത്ര എടുത്തു? 210 എടുത്തു. 210 ഞാൻ പറയുന്നത് 2000-ലേക്ക് ഈസി ആയിട്ട് എത്തും. ഒരു മടിയും ഒരു പ്രയാസവും ഇല്ല. എന്തായാലും എത്തുക എന്നുള്ളതല്ല, നമുക്കത് എത്തിക്കുക തന്നെ ചെയ്യണം. നമുക്ക് എത്താൻ പറ്റുമെന്നൊക്കെ നമുക്ക് പറയുന്നതിൽ കാര്യമില്ല. നമുക്കത് എത്തുക, അങ്ങനെ ആയി തീരുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഓക്കെ പറയാം. ചില 1000 എങ്കിലും ചുരുങ്ങിയത് എടുക്കണം. ഇനി എന്തായാലും റഫീഖ് ഭായിക്കും ഇതൊരു 2000 എടുക്കാനുള്ളൊരു പ്രോത്സാഹനം ആയിട്ട് വരുന്നു. അടുത്തത് നമുക്ക് മോളാണ്. ഏറ്റവും വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛന് ഭയങ്കര പേടി. 1 മണിക്കൂർ എൻ്റെ മോള് നിർത്താതെ ചെയ്ത് എന്തെങ്കിലും ക്ഷീണമായി പോയാലോ എന്ന് കരുതിക്കൊണ്ട് അത് അടുത്ത വർഷം പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഇന്ന് വളരെ ചെറിയ സമയം കൊണ്ട് മാത്രം എനിക്കറിയാമാണെങ്കിൽ ഇന്ന് തന്നെ 1 മണിക്കൂർ ചെയ്തു പോകും. എന്നിട്ട് ഒരു 100 എടുത്തു, 135 എടുത്തു അല്ലേ. എന്നിട്ട് ഇങ്ങനെ ബാക്ക് ഫ്ലോട്ട് കിടക്കാനായിട്ട് ഒരെണ്ണം പഠിച്ചു. ഫ്ലോട്ട് ചെയ്ത് പോയിട്ട് ബാക്ക് ഫ്ലോട്ട് കിടക്കാൻ. അപ്പോൾ മോള് പറയുകയാണ്, അങ്ങനെ ചെയ്താൽ റെസ്റ്റ് എടുക്കാം അല്ലേ എന്ന്. അവൾ തന്നെ കണ്ടെത്തി അതെന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത്. ഇങ്ങനെ ചെയ്ത് പോയിട്ട് അങ്ങനെ അങ്ങ് ബാക്കൊന്ന് കിടന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാം, നമുക്ക് ക്ഷീണമാകുമ്പോൾ റെസ്റ്റ് എടുക്കാം. ഓക്കെ, എന്നാലും മോള് 135 എടുത്തു. ഇനിയിപ്പം അടുത്ത ഈ ആഴ്ചയിലെങ്ങാണ്ട് പോവുകയാണ് തോന്നല്ലേ, പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും അടുത്ത വർഷമാണെങ്കിലും വന്ന് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു നല്ല ജലാശയങ്ങളുള്ളതാണ്. അല്ല, ഖത്തറല്ലല്ലോ, പിന്നെ ഷാർജയിൽ, UAE ഷാർജയിൽ എനിക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ നല്ല ജലാശയങ്ങളുള്ളതാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മെനക്കെട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാം. നോക്കും നമ്മളുടെ ഒരു അഭിനന്ദനങ്ങൾ ഇന്ന് അറിയിക്കുകയാണ്. വേറെ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത് ഫ്ലോട്ടിംഗ് ആയിട്ട് നമുക്ക് ഇന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആദ്യം തുടങ്ങി വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കിട്ടുന്നില്ല, എൻ്റെ മൂക്കിൽ കയറിപ്പോന്നു, അങ്ങനെയാണ് കുറേ പ്രയാസങ്ങൾ പറഞ്ഞു. ഞാൻ പറയാം ഒന്നുമില്ല, അതെല്ലാം ഇപ്പം ശരിയാണ്. നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ കിട്ടി. എത്ര 35 പ്രാവശ്യം അല്ലേ എടുത്തു. എങ്ങനെയുണ്ട് അത്? ആ ഒരു ഐറ്റം എങ്ങനെയുണ്ട്? അനുഭവം എന്ന് പറഞ്ഞോളൂ. ആദ്യം പോയി ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്ത് പിന്നെ ഇവർ ഹെൽപ്പ് ചെയ്ത് പിന്നെ അങ്ങനെ അതിന്റെ സുഖം എങ്ങനെയുണ്ട്? അതാണ് എത്ര വേണമെങ്കിൽ ചെയ്യാം. ഒരു ഫ്ലൈ ചെയ്യുന്ന ഫീലിംഗ് ആണ് വരുന്നത് അല്ലേ. നമ്മുടെ ലെവൽ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ കണ്ട കാഴ്ചപ്പാട് മൊത്തം മാറി മറിയുകയാണ് അല്ലേ. ഓക്കെ റൈറ്റ്. അടുത്തത് നമുക്ക് വീഡിയോ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരുന്നായിരുന്നു. സിജു അല്ലേ, ലിജു ഇവിടുത്തെ AC മെക്കാനിക്കാണ്. അതും കൂടി ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയേക്കാം അല്ലേ. ഞങ്ങളുടെ വീട്ടിൽ AC അത് ഞാൻ പിന്നീട് അറിയുന്നത് ലിജു ആയിരുന്നു പിന്നെ വന്നതെന്നുള്ളത്. എന്തായിക്കഴിഞ്ഞാലും കണ്ണൂർ വന്ന് എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ ഒരു തിയറിക്ക് ശേഷം 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നമ്മുടെ നീന്തി കയറിയതിന് ശേഷം അന്നൊരു ഡോഗ് സ്റ്റൈല് നാടൻ നീന്തലും ഒക്കെ നീന്തി വന്ന് കയറി. ഇന്നിപ്പോൾ എത്ര എണ്ണം കിട്ടിയായിരുന്നു? 25. നമ്മളിന്ന് തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ അതിന് ശേഷം ഒരു ക്ലാസ്സിന് ശേഷം പിന്നെ ഇന്ന് ഇവിടെയാണ് വരുന്നത്. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു 25 എടുത്തൊരു അനുഭവം? കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, നമുക്കത് 25, 30, 50, 100, 200, 300 എന്നുള്ളതല്ല. നമുക്ക് നിർബന്ധമായിട്ടും 1 മണിക്ക് അത് ചെയ്തിരിക്കണം. 70 എടുത്തോ? ഓക്കെ. അപ്പോൾ മോനെ അത് കട്ട് ചെയ്യരുത് ആയിരുന്നു കേട്ടോ. പേരെന്ത് വരുന്നു? ശ്രീരാഗ്. എവിടെ വീട്? നാദാപുരം. ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഒരു തുടക്കം കിട്ടിയിരുന്നു. അന്ന് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് പിന്നെ ഇന്ന് ഒരു 70 ആയ സമയത്ത് ജസ്റ്റ് മടുത്തത് കൊണ്ട് അവിടെ നിർത്തിയത്. കാരണം ഇനിയും തുടർന്ന് പോകാൻ പറ്റുന്നത് നമുക്കത് ആദ്യത്തെ ഒരു 10, 15, 20 എടുക്കുന്നേ പണിയുള്ളൂ. പിന്നെ പോവാന്ന് പറഞ്ഞാൽ അങ്ങ് പൊയ്ക്കോളൂ. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1000 ബീച്ച് എടുക്കാനോ ഭയങ്കര ടെൻഷനാണ്. 1000 ഒന്നും അല്ല, എത്ര വേണമെങ്കിലും പോയി.